ഹലോ ഗൈസ്, അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഇപ്പോൾ വന്ന് വീട്ടിലെത്തിയുള്ളത്. ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. സച്ച് സിമ്പിൾ, ലൈറ്റ് ഹാർട്ടഡ്, കൈൻഡ് ഫീൽ പടം എന്നാണ് ഈ പടത്തിന് എനിക്ക് വിശേഷിപ്പിക്കേണ്ടത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഈ ഒരു കൈൻഡ് ഓഫ് ഫീൽഡ് പടങ്ങൾ, ഫാമിലി, ലൈറ്റ് ഹാർട്ടഡ്, ഫീൽ ഗുഡ്, അങ്ങനത്തെ ഒരു സിനിമകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പടം എനിക്ക് ശരിക്കും ബോധിച്ചു എന്ന് വേണം പറയാൻ. സത്യസന്ധമായിട്ട് അഭിനയിച്ചിരിക്കുന്നവർ സുരാജ് വെഞ്ഞാറമൂട്, ജോജു ജോർജ്, അലൻസിയർ ലേ ലോപ്പസ്, ഇവർ മൂന്ന് പേരാണ് മെയിൻ ലീഡ്, മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് മൂവി. ഇവർ മൂന്ന് പേരാണ്. ബട്ട് അങ്ങനെയല്ല, ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ ഓഫ് ദിസ് മൂവി ആർ ജസ്റ്റ് വാവ്. പിന്നെ ഷെല്ലി നബുകുമാർ, നമ്മുടെ മിന്നൽ മുരളി, പിന്നെ പഴയ കുങ്കുമപ്പൂ സീരിയലിലൊക്കെ ഉള്ള ആ ചേച്ചിയെ, പുള്ളിക്കാരിയുണ്ട് പടത്തിൽ. സജിത പടത്തിൽ നിങ്ങൾ പല സിനിമ കണ്ടിട്ടുണ്ടാവും, പേര് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. കിടിലൻ. ബുക്ക് മൈ ഷോയിൽ ഇത്ര പേരെ കാസ്റ്റ് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വേറെ രണ്ടുപേരുടെ കൂടി പേരെടുത്ത് പറയാനുണ്ട്. ഗർഗി ആനന്ദൻ, ഗർഗിയോ ഗാർഗിയോ എന്നറിയില്ല. പിന്നെ നമ്മുടെ മറ്റേ ആനന്ദത്തിലുള്ള നമ്മുടെ മച്ചാൻ തോമസ് മാത്യു, ആനന്ദത്തിലെ പുള്ളിൻ്റെ പേരെന്താ, ഞാൻ മറന്നുപോയി, സോറി. ആനന്ദത്തിലെ മച്ചാനും അക്ഷയ്, ആനന്ദത്തിലെ അക്ഷയും ഗാർഗിയോ, സോറി ഇഫ് ഐ എം റോങ്, ക്ഷമിക്കുക, ഗാർഗി ആനന്ദൻ. ഇവർ രണ്ടുപേരുമാണ് എന്നെ സംബന്ധിച്ച് ഈ പടത്തിലെ മെയിൻ ലീഡ്സ്. ഇവരാണ് ഒരു എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ കണക്ട് എന്നൊക്കെ പറയാൻ ശരിയാണ്. ഓക്കെ, ഒരു ടീനേജ് ഒക്കെ വിട്ട് ഒരു 20s ആ ഒരു ഏജിലൊക്കെ ഉള്ള ഇവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലവർക്ക്, എനിക്ക് റിലേറ്റബിൾ എന്നല്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. ചിലവർക്ക് അങ്ങനെ ആവണമെന്നില്ല, ചിലവർക്ക് ഈ സിനിമയെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട് അധികം മ്യൂസിക്കോ സ്കോഴ്സോ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഇട്ട് പ്ലേ ചെയ്യാതെ വളരെ നല്ലായിട്ട് ചിത്രീകരിച്ച് വയ്ക്കുന്ന സിനിമയാണ്. മ്യൂസിക്കൊക്കെ ഉണ്ട്, കിടില മ്യൂസിക്കൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. ഡയറക്റ്റഡ് ബൈ ശരൺ വേണുഗോപാൽ. നിങ്ങളുടെ പടം ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി പടം എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഡെബ്യൂ മൂവി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കിടിലൻ വർക്ക്. ഇങ്ങനത്തെ ഒരു പ്ലോട്ട് പുള്ളിൻ്റെ തന്നെയാണോ അറിയില്ല, ഇതിൻ്റെ അകത്ത് റൈറ്ററിൻ്റെ പേര് കൊടുത്തില്ല. ഐ എം സോറി, വെരി വെരി സോറി. ജോബി ജോർജ് തടത്തിൽ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ രാഹുൽ രാജ് മ്യൂസിക്. കിടിലം. ഒരു പാട്ടുണ്ടേ, ആ പാട്ട് മിക്കവാറും എൻ്റെ പ്ലേലിസ്റ്റിലെ സ്ഥാനം നേടും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രെയിലർ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ആ മ്യൂസിക്, ആ ഒരു പോർഷൻ, ആ ഒരു പാട്ടിൻ്റെ ആ ഒരു പോർഷൻ എൻ്റെ മനസ്സിൽ കയറിയൊരു സാധനമാണ്. പടത്തിൽ കേട്ടപ്പോൾ കിടിലം. വിഷ്വൽസ് അത് പറയണം. സിനിമാറ്റോഗ്രാഫി ബൈ അപ്പു പ്രഭാകർ, ഒരു രക്ഷയില്ല. കിടിലൻ വിഷ്വൽസ്. ആ ഒരു വീടായാലും ആ സ്ഥലങ്ങളായാലും, ഒരു കടവ് കാണിക്കുന്നുണ്ട്, ഒരു കുളം കാണിക്കുന്നുണ്ട്, ഒരു അമ്പലം, വഴിയോരം, ഇതൊക്കെ ആ ഒരു നാടൻ ശൈലി നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്ത സംഭവം തന്നെയാണ്, ടിപ്പിക്കൽ സംഭവം തന്നെയാണ്. ബട്ട് സ്റ്റിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. ജ്യോതി സ്വരൂപ് മച്ചാനാണ് എഡിറ്റ് ചെയ്തേക്കണ പടം. കിടിലൻ, ക്ലിയർ കട്ടായിരുന്നു. 2 മണിക്കൂറേ ഉള്ളൂ പടം. നമുക്ക് 2 മണിക്കൂർ ഉണ്ടായിരുന്നു, 2 മണിക്കൂറോ 1.25 മണിക്കൂറോ അങ്ങനെ എന്തോ ആണ്. 1 മണിക്കൂർ 53 മിനിറ്റ്, അത്രേ ഉള്ളൂ പടം. നമുക്ക് വേണ്ടതൊക്കെ കറക്റ്റായിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ഫാമിലി പ്ലോട്ട് എന്നാണെങ്കിൽ നമുക്ക് ഡാർക്ക് കുറച്ച് സാധനങ്ങളുണ്ട്, ഇമോഷൻസ് എല്ലാവരുടെയും നമുക്ക് കുറേയൊക്കെ കൺവേ ആവുന്നുണ്ട്. സിറ്റുവേഷണൽ കോമഡീസ് ഉണ്ട്, കോമഡിക്ക് വേണ്ടിയുള്ളതല്ല, സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, ആക്ഷൻ ആ ഒരു ടൈപ്പ് തൊട്ടല്ല, അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫാമിലി പടം. ആ ഒരു ബ്രദർലി റിലേഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. ജോജു ചേട്ടൻ്റെ കഥാപാത്രത്തിന് ഒരു പർട്ടിക്കുലർ ടേം യൂസ് ചെയ്ത്, പുള്ളിക്ക് ഡിസ്ലെക്സിങ് സംഭവമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പുള്ളീനെ ഒന്ന് താഴ്ന്നു നിർത്തിയിരിക്കുന്ന പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അലൻസിയറിൻ്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ വല്യേട്ടൻ, ഓർ ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന പോലെ തന്ത വൈപ്പ്, ആ ഒരു സ്കീമാണ് പുള്ളിക്കാരൻ. ആൻഡ് ഏറ്റവും ഇളയ മോനാണ് സുരാജേട്ടൻ്റെ കഥാപാത്രം ചെറുപ്പത്തിൽ വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കി വേറെ ഒരു കല്യാണം കഴിച്ച്, വേറൊരു മതം ഉള്ള ഒരു സ്ത്രീനെ കല്യാണം കഴിച്ച് പോവുകയും
പിന്നീട് ആ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളും കോൺഫ്ലിക്ട്സ് ഒക്കെ നേരിടേണ്ടി വരുന്നതും പിന്നീട് ആ ഒരു അമ്മയ്ക്ക് വയ്യാണ്ടായി അമ്മ വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പോവും മരിച്ചു പോവും. ആ ഒരു സ്കീം ആകുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ച് ഒന്നിക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് ഒന്ന് കൂടുകയാണ്. ആ ഒരു സംഭവം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിലർക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്ന സീൻസൊക്കെ കാണേണ്ടി വരും ചിലപ്പോൾ ഈ സിനിമയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വയ്യാണ്ട് കിടക്കുന്ന വീടല്ല, അല്ലെങ്കിൽ ഒരാൾ പോവാറായി കിടക്കുന്ന വീടല്ലേടേ എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ഒക്കെ പടത്തിലുണ്ട്. പക്ഷേ ഇടയിൽ ഒരു പരിധി വിട്ട് നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ കുറേ നോർമലൈസ്ഡ് ആയി. കുറേ ഇടത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരാൾ വയ്യാണ്ട് നടക്കുകയാണെങ്കിൽ കാലാകാലങ്ങൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ നടക്കുകയും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് വിപരീതമായിട്ട് ഇവിടെ കാണിച്ചത് എന്തുകൊണ്ട് നന്നായി എന്ന് ഞാൻ പറയുള്ളൂ. എനിക്കത് ശരിക്കും വർക്കായി. പിന്നീട് ഭയങ്കര അണ്ണത്തിക്കലും അല്ലെങ്കിൽ എന്താ പറയുക, ഒട്ടും സയന്റിഫിക്കലി ആണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ് പടത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഇവർ രണ്ടുപേരും നമ്മുടെ ആ പുള്ളിക്കാരിൻ്റെ പേര് ഞാൻ പിന്നെയും വിട്ടുപോയി, സോറി, നമ്മുടെ തോമസ് മാത്യുവും ഗർഗി ആനന്ദനും അവരുടെ ഒരു സംഭവമുണ്ട്, അവരുടെ ഒരു കെമിസ്ട്രി, അവരുടെ ഒരു റിലേഷൻഷിപ്പ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇമോഷൻ കുത്തി നിറച്ച് ചെയ്ത സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. കുത്തി നിറച്ചെന്ന് പറയുന്നത് തെറ്റാണ്, ഓക്കെ, ഇമോഷൻ ആവശ്യത്തിനൊക്കെ പിടിച്ച് എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനും ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അവർ ഇതിലൊന്നും എന്താ വെച്ചാൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോടൊന്നും ഇൻവോൾവ് അല്ല, അവർക്ക് ആ ഒരു സ്റ്റേജ് ഒന്നും അല്ല. ദേ ആർ ലൈക്ക് അവരുടെ ഒരു ലോകത്ത്, എന്ന് വെച്ചാൽ അവരൊരു പുതിയ ജനറേഷൻ, ഒരു മോഡേൺ കുട്ടികൾ, എന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ ഒരു ഫ്രണ്ട്സിനെ പോലെ മിങ്കിളാവുന്നു, ബട്ട് ദേ ആർ ആക്ച്വലി കസിൻസ്. അങ്ങനത്തെ കാര്യങ്ങളും ആ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് വെരി വെരി ബ്രില്യൻ. പടത്തിൻ്റെ അവസാനമൊക്കെ ഒരു സംഭവം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാണ്ട് കിടക്കുന്ന ഒരാൾക്ക് സോൾഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഈ സോളിഡ് ഫോമിലോ ലിക്വിഡ് ഫോമിലോ കൊടുക്കുന്നതിന് പകരം നമ്മുടെയൊക്കെ എന്താ പറയുക ഉള്ളിൽ നിന്ന് ഒരു ഇമോഷൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ ഒരു പർട്ടിക്കുലർ മെഡിസിൻ പടത്തിൽ സുരാജ് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ആ നാരായണി എന്ന് പറഞ്ഞ അമ്മ റിവൈവായി വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് അപ്പോൾ പടത്തിൻ്റെ അവസാനത്തെ ഷോട്ടും ഭയങ്കര രസമായിരുന്നു. ഒരു മഴയും ഒരു ആളൊഴിഞ്ഞ റോഡും ഒരു കാറും. അത് ഞാൻ കൂടുതൽ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു തുടങ്ങിയ കഥ മൊത്തം ഞാൻ പറഞ്ഞു പോകും. ബട്ട് ഫാമിലി ഡെഫിനറ്റ്ലി വിൽ എൻജോയ് ദിസ് മൂവി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും ഈ പടത്തിനെ ഏറ്റെടുക്കാമെന്ന്. ബട്ട് ഇവർ 3 പേരും കിടിലനായിരുന്നു. നമ്മുടെ ഗർഗി ആനന്ദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയും നമ്മുടെ മച്ചാനും ആനന്ദത്തിലെ മച്ചാനും അവരും അടിപൊളി. ഒരു പരദൂഷണ അമ്മച്ചിയുണ്ട്, അമ്മച്ചിയും അടിപൊളി. പിന്നെന്താ, യാ ദാറ്റ്സ് ഓൾ. സത്യം സിമ്പിൾ വെരി വെരി സിമ്പിൾ പടം, ഫാമിലി ഓറിയന്റഡ് മൂവി. ബൈ ബൈ.